far is the river? The boy passed the woodcutter and asked him how far it was to the river. അവൻ ഒരു വുഡ് കട്ടറിൻ്റെ അടുത്തെത്തി. അപ്പോഴത്തേക്ക് വുഡ് കട്ടറിനോട് ചോദിക്കുകയാണ് എത്ര ദൂരമാണ് ആ റിവറിൻ്റെ അടുത്തേക്കുള്ളതെന്ന് ചോദിക്കുകയാണ്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വിതേർഡ് ഫേസ് ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഇൻ ദ ഹാർഡ് അഗ്ലി ലംസ്. അപ്പം ആ വുഡ് കട്ടേഴ്സിന് ചോദിക്കണം. ആ വുഡ് കട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ആ വുഡ് കട്ടർ എന്ന് പറയുന്നത് വളരെ ഷോർട്ട്, വളരെ ചെറിയൊരു മനുഷ്യനാണ്. അതുപോലെ പക്ഷേ നല്ല പവർഫുള്ളായി നല്ല ശക്തിയുള്ള ഒരു മനുഷ്യനാണ്. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വിതേർഡ് ഫേസ്, ചുളിവുകളുള്ള, അതുപോലെ സൂര്യൻ്റെ അല്ലെങ്കിൽ സൂര്യരശ്മികളൊക്കെ അടിച്ച് വളരെ ടാൻഡ് ആയിട്ടുള്ള കരിവാളിപ്പുള്ള ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മസിൽസ് എല്ലാം സ്റ്റുഡ് ഔട്ട് ഇൻ ഹാഡ്, വളരെ കട്ടിയുള്ളതായിരുന്നു. അതുപോലെ ഒരു അഗ്ലി സ്റ്റുഡ് ഹാഡ് അഗ്ലി ലംസ്, ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മസിൽസുകളെല്ലാം ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 7 miles, he said, which was fairly accurate. Why do you want to know? 7 miles എന്ന് അദ്ദേഹം റിപ്ലൈ കൊടുത്തു. He said, which was fairly accurate, ഏകദേശം അത് കറക്റ്റായിരുന്നു. Why do you want to know? എനിക്ക് എന്തിനാണ് ഇത് അറിയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. I am going to the river. ഞാൻ റിവറിൻ്റെ അടുത്തേക്ക് പോവാണ്. അലോൺ, ഒറ്റയ്ക്കോ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. പക്ഷേ ഇതിന് നല്ല ദൂരമുണ്ട്, റിവറിൻ്റെ അടുത്തേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറയാണ്. ഇറ്റ് വാസ് ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. 3 മണിക്കൂർ എടുക്കും അവിടത്തേക്ക് എത്താൻ. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. അത് കഴിഞ്ഞ് നിനക്ക് തിരിച്ച് വരുന്നത് കൂടി ആവും, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരേണ്ടി കൂടി ഉണ്ട്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. എന്തായാലും ഉറപ്പായിട്ടും ഇരുട്ടും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. പക്ഷേ അത് കൂടാതെ തന്നെ അതൊരിക്കലും ഒരു നല്ല റോഡൊന്നും അല്ല എന്ന് പറയുകയാണ്. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ സെഡ് ദ ബോയ്. ത്രൂ ഹി ഹാഡ് നെവർ വാക്ക്ഡ് further than the mile from his house to his school. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ. പക്ഷേ ഞാൻ നന്നായിട്ട് നടക്കുന്ന ഒരാളാണ്. സെഡ് ദ ബോയ്, അവൻ കുട്ടി പറയാണ്. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. പക്ഷേ അവൻ ഒരിക്കലും 1 മൈലിൽ കൂടുതൽ അവൻ നടന്നിട്ടില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള 1 മൈലിൽ കൂടുതൽ അവൻ നടന്നിട്ടില്ല. ദ പാത്ത് വാസ് സ്റ്റീപ്പ് and the boy had to run most of the time. It was a dizzy winding path and he slipped once or twice. The hill was covered with lush green ferns and the trees were wood in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. അപ്പം എന്തോ അവിടത്തുള്ള അവൻ സഞ്ചരിക്കുന്ന ആ വഴിയെക്കുറിച്ച് പറയുകയാണ്. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, എപ്പോഴും ഒരു കുത്തനെയുള്ള ഒരു വഴിയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ദ ബോയ് ഹാഡ് ടു റാൻ മോസ്റ്റ് ഓഫ് ദ ടൈം. അവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കൂടുതൽ സമയങ്ങളെല്ലാം അവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ഡിസി, വളരെ അൺസ്റ്റഡി ആയിട്ടുള്ള വൈൻഡിങ് പാത്ത്, വളവുകളും തിരിവുകളും ഉള്ള ഒരു പാത്തായിരുന്നു. ആൻഡ് ഹി സ്ലിപ്ഡ് ഓൺസ് ഓർ ട്വൈസ്, അവൻ ഒരുപാട് പ്രാവശ്യം സ്ലിപ്പ് ചെയ്ത് വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, ഒരുപാട് ചെടികളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ഹില്ലായിരുന്നു അത്. ദ ട്രീസ് വെയർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ് and a great wild dahlia suddenly reared its golden head from the leaves and ferns. അപ്പം അവിടെ ഒരുപാട് ചെടികളൊക്കെ, ഒരുപാട് മരങ്ങളൊക്കെ, ക്രീപ്പേഴ്സും ഉണ്ട്. ഈ വള്ളിച്ചെടികൾ ചുറ്റപ്പെട്ടതായിരുന്നു. അതുപോലെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഡാലിയ, പെട്ടെന്ന് ഇവൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ഡാലിയ പൂവ്, അതിൻ്റെ ഗോൾഡൻ അത് പെട്ടെന്ന് അവന് കാണാനായിട്ട് കഴിഞ്ഞു. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. She
held a long curved knife with which she had been cutting grass. The bangle she wore made music when she moved her hands, and it was as though the hands spoke a language of their own. പെട്ടെന്ന് തന്നെ അവനൊരു താഴ്വാരത്തേക്ക് എത്തിച്ചേർന്നു. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. അത് നേരെ പോയി ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ പോകുന്ന ആ വഴി. ഹി മെറ്റ് എ ഗേൾ, അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എതിർവശത്തു നിന്ന് വരുന്നതായിരുന്നു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ്, അവളെ കയ്യിലൊരു കർവ്ഡ് വളഞ്ഞ ഒരു കത്തി ഉണ്ടായിരുന്നു. വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്, അവളത് പുല്ല് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക്, അവളുടെ കയ്യിലുള്ള ബാംഗിൾസ് വളകൾ ഒരു സംഗീതം പോലെ ഉണ്ടായിരുന്നു. അവളിങ്ങനെ ഗ്രാസുകൾ പുല്ല് മുറിക്കുമ്പോഴത്തേക്കൊക്കെ അതൊരു സംഗീതം പോലെ കേൾക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ, അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ആ ബാംഗിൾസ് സംസാരിക്കുന്നതെന്ന് തോന്നി. ഹൗ ഫാർ ഈസ് ടു ദ റിവർ ആസ്ക്ഡ് ദ ബോയ്, കുട്ടി വീണ്ടും ചോദിക്കുകയാണ് എത്ര ദൂരമുണ്ട് റിവറിൻ്റെ അടുത്തേക്ക്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, or she may have been thinking of another one, because she said 20 miles without any hesitation. അവൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് വരുന്നതായിരിക്കത്തില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും. അവൾ പറയാണ് 20 miles, 20 miles ഉണ്ടെന്ന് പറയാണ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു അറപ്പുമില്ലാതെ അവളങ്ങ് പറയാണ്. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green, the bird disappeared amongst the trees. അപ്പം ആ കുട്ടി ചിരിച്ചോണ്ടങ്ങ് ഓടി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കൊരു പാരറ്റ്, ഒരു തത്തയെ കണ്ടു. അതിങ്ങനെ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പച്ചയും ചുവപ്പുമുള്ള ആ ഒരു നിറം അവനിലേക്ക് ഒരു ഫ്ലാഷ്, ഒരു ലൈറ്റായിട്ട് അടിച്ചു. ദ ബേർഡ് ഡിസപ്പിയർഡ് അമൻസ്റ്റ് ദ ട്രീസ്, ആ മരത്തിൻ്റെ ഇടയിലേക്ക് ആ പാരറ്റ്, ആ തത്ത അപ്രത്യക്ഷമായി. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter. The stones scorched the boy's feet. He was sure he had gone halfway. He had walked for over an hour. A trickle of water came from the hillside. ഒരു ആ ഒരു കുന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വെള്ളം വരുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്, അവൻ അടുത്ത് ചെന്ന് എന്തോന്ന് ചെയ്തു, ആ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്, വളരെ നല്ല തണുത്തതായിരുന്നു. ബട്ട് വെരി റിഫ്രഷിങ്, എന്തായിരുന്നാലും പക്ഷേ വളരെ ഉന്മേഷം തരുന്ന ഒന്നായിരുന്നു. ഹവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി, അവന് തോന്നി ഇത് വീണ്ടും അവന് ദാഹിക്കുന്നത് പോലെ അവന് തോന്നി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ, നടക്കുന്ന ആ പാത്തിലൂടെ സൂര്യൻ ഇങ്ങനെ വരുവാണ്. സൂര്യൻ ഏകദേശം ഉച്ചയാവാറായി എന്ന് തോന്നുന്നു. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ, ആ പൊടി പിടിച്ച് കിടന്ന ആ വഴി കൂടുതൽ ഹോട്ടാവാൻ തുടങ്ങി, വളരെ ചൂട് പിടിച്ചതാവാൻ തുടങ്ങി. അവൻ നടക്കുന്ന ആ വഴിയിലൂടെയാണ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ആൻ അവർ, അവൻ നടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. Presently he saw another boy ahead of him driving a few goats down the path. അപ്പോൾ അവന് വേറൊരു ബോയ് കാണാൻ പറ്റി.
വേറൊരു കുട്ടിയെ കാണാൻ പറ്റി. അവൻ എന്താ ചെയ്യായിരുന്നു, കുറച്ച് ആടുകളെ മേച്ചുകൊണ്ട് വരികയായിരുന്നു. ഹൗ ഫാർ ഈസ് ദ റിവർ? അവനോടും ആ കുട്ടി ആ ചോദ്യം ചോദിച്ചു, എത്ര ദൂരമുണ്ട് ആ റിവറിലേക്ക്. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്. ആ ഗ്രാമീണനായ ആ കുട്ടി വളരെ ചിരിച്ചുകൊണ്ട് എന്തോന്ന് ചെയ്തു, അവനോട് പറഞ്ഞു, ഓ നോട്ട് ഫാർ, അത്ര ദൂരമൊന്നുമില്ല, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ. ഒരു ഹില്ലും ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു താഴേക്ക് കുറച്ച് ദൂരം, അത്രേ ഉള്ളൂ, നേരെ ചെന്ന് താഴേക്ക് എന്ന് പറയാണ്. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി. ആ കുട്ടിക്ക് വളരെ വിശപ്പ് തോന്നി. അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇൻ ഹാവ്സ്, ഓഫറിംഗ് ഓൺ പോർഷൻ ടു ദ വില്ലേജ് ബോയ്. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് ഏറ്റ് ഇൻ സൈലൻസ്. അവന് വളരെ വിശക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് അവൻ ആ ബ്രെഡ് ലോഫ് അത് അൺറാപ്പ് ചെയ്ത് തുറന്നിട്ട് എന്തോന്ന് ചെയ്തു, അത് രണ്ടാക്കി മുറിച്ച് ഒന്ന് ആ കുട്ടിക്കും ഒന്ന് അവനും കഴിച്ചു ആ ഹിൽ സൈഡിലിരുന്ന്. Then they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. Then when they had finished, അത് കഴിച്ചു കഴിഞ്ഞ ശേഷം they walked on together and began talking and talking. അവർ നടക്കാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ ചുമ്മാ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. The boy did not notice the smarting of his feet. അവനൊരിക്കലും ഇങ്ങനെ അവൻ നടക്കുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. And the heat of the sun, അവൻ ആ ചൂടൊന്നും അവന് ഫീൽ ചെയ്തില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്, എത്ര ദൂരം അവൻ സഞ്ചരിച്ചു എന്ന് അവൻ ഓർക്കുന്നില്ല. അതുപോലെ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് ഗെറ്റ് ടു കവർ, ഇനിയും സഞ്ചരിക്കാനുള്ള ഇനി എത്ര ദൂരം സഞ്ചരിക്കാനുള്ള എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യവും അവൻ ഓർക്കുന്നില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്, വേറൊരു വഴിയെ പോകേണ്ടതായിട്ട് വന്നു. ആൻഡ് ദ ബോയ് വാസ് ഓൺസ് മോർ ഓൺ ഹിസ് ഓൺ path and the boy was once more on his own. അവൻ്റെ പാത്തിലെ അവൻ്റെ വഴിയെ തിരിഞ്ഞു പോയി. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. ഹി മിസ് ദ വില്ലേജ് ബോയ്. ആ വില്ലേജ് ബോയെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് അവൻ ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് ആ കുട്ടിയെ ഓർത്തു. അവന് വളരെ ആ കുട്ടിയെ ഓർത്ത് മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹി കുഡ് നോട്ട് ബി സീൻ. അവനിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ. അവൻ്റെ വീടും അവൻ്റെ വ്യൂവിൽ നിന്ന്, അവൻ്റെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി മറഞ്ഞു. അത് മാത്രമല്ല, ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ. ആ റിവർ അവന് കാണാൻ കഴിഞ്ഞില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്. അവൻ വളരെ നിരാശനായി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ആ ബ്രെഡ് തീർന്നു പോയതിൽ അവന് വളരെയധികം വിഷമം ഉണ്ടായി. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. ചിലപ്പോൾ അവന് പിന്നീട് ഇത് ആവശ്യമുണ്ടെങ്കിലോ എന്ന് അവൻ ഓർത്തു. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. ഹി വാക്ക്ഡ് ഓൺ along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. He was determined to see the river. അവൻ ഉറച്ചു, അവൻ എന്തായാലും റിവറിനെ കാണുമെന്ന് ഉറപ്പിച്ചു. He walked on along the hot, dusty, stony path past mud huts. അവൻ എന്തോന്ന് ചെയ്തു? അവൻ ആ ഹോട്ടായിട്ടുള്ള ചൂട് പിടിച്ച, ഡസ്റ്റി പൊടി പിടിച്ച, സ്റ്റോണി പാത്ത് കല്ലുകളുള്ള ആ വഴിയിലൂടെ അവൻ നടന്നു. അവൻ ഒരുപാട്
കുടിലുകൾ അതെല്ലാം കഴിഞ്ഞിരുന്നു. പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്, ഒരുപാട് ഫീൽഡ്സ്, ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഫീൽഡ്സുകളും പാടങ്ങളും അതുപോലെ കുടിലുകളും അവൻ പിന്തുടർന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ അവന് കാണാൻ കഴിയുന്നത് അണ്ടിൽ there was no more fields or huts, ഇപ്പോൾ അവന് അവിടെ ഒരു ഫീൽഡ്സോ ഒരു ഹട്ട്സോ കുടിലോ ഒന്നും കാണാനില്ല. only forest and sun and loneliness, ഇത്ര മാത്രമേ അവൻ്റെയോടൊപ്പം ഉള്ളൂ. കുറേ ഫോറസ്റ്റും അവന് ചുറ്റിലുള്ളത് കുറേ ഫോറസ്റ്റും അതുപോലെ സൂര്യനും അതുപോലെ ലോൺലിനെസ്സും ഒറ്റപ്പെടലും. Now there was no man or any sign of man's influence, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെയോ അതുപോലെ മനുഷ്യൻ വന്നിട്ടുള്ളതായിട്ടോ ഒരു സൂചനയും അവന് ലഭിക്കുന്നില്ല. only trees and rocks and bramble and flowers, അവനിപ്പോൾ കാണാൻ കഴിയുന്നത് കുറേ മരങ്ങൾ, കുറേ പാറകൾ, കുറേ ഷ്രബ്സുകൾ, കുറേ കുറ്റിച്ചെടികൾ പോലുള്ളതും അതുപോലെ ആൻഡ് ഫ്ലവേഴ്സ്, ഒരുപാട് പൂക്കളും. only silence, എപ്പോഴും നിശബ്ദത. The silence was impressive and a little frightened. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. ആ സൈലൻസ്, ആ നിശബ്ദത വാസ് ഇംപ്രസീവ്, വളരെ ഇംപ്രസീവാണ്, വളരെ ഒന്ന് ആകർഷണീയമാണ്. പക്ഷേ ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റൺ, പക്ഷെ പേടിപ്പിക്കുന്നതാണ്. അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ പേടിപ്പിക്കുന്നതാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം, ഒരു റൂമിനകത്തിരിക്കുന്ന ഒരു സൈലൻസ് അല്ല, ഒരു നിശബ്ദതയല്ല അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിലുള്ള, ഒരു പാതയിലുള്ള, ഒരു നടപ്പാതയിലുള്ള ഒരു നിശബ്ദതയല്ല അവിടെ ഉള്ളത്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഒരു ഓഫ് ദ അൺനോൺ, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തിൻ്റെ സൈലൻസ് ആണ്. സൈലൻസ് ഓഫ് ഗോഡ്, ഒരു ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു സൈലൻസ് ആണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സൈലൻസ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, എ സഡൻ റോറിംഗ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. അവനൊന്ന് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ഷാർപ്പ് ബെൻഡ്, ഒരു നിവർന്ന ഒരു ബെൻഡ് എടുത്തപ്പോഴത്തേക്കും ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, ആ സൈലൻസ് എന്തോന്ന് ചെയ്തു, ഒരു ശബ്ദത്തിലേക്ക് വഴിവെച്ചു. ദ സഡൻ റോറിംഗ് സൗണ്ട്, ഒരു അലർച്ച. ദ സൗണ്ട് ഓഫ് ദ റിവർ, ഒരു റിവറിൻ്റെ, നദിയുടെ സൗണ്ട്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. Far down in the valley, the river tumbled over rocks. ആ വാലിയിൽ നിന്ന്, ആ താഴ്വാരത്തിൽ നിന്ന് റോക്സിലേക്ക് ഈ റിവർ ഇങ്ങനെ വരുവാണ്. ദ ബോയ് ഗ്യാസ്പ്ഡ്, കിതയ്ക്കാൻ തുടങ്ങി, അവൻ വളരെ കിതയ്ക്കാൻ തുടങ്ങി. ആൻഡ് ഹി ബിഗാൻ ടു റൺ, അവൻ ഓടാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഓടാനായി തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, അവൻ തെന്നി വീഴാനും ഒക്കെ തുടങ്ങി. ബട്ട് സ്റ്റിൽ ഹി റാൻ, എന്നാലും അവൻ ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൈൻ വാട്ടർ. അവൻ്റെ painfully cold mountain water, and the water was blue and white and wonderful. ആ വാട്ടർ, ആ റിവറിലെ വാട്ടർ, ആ നദിയിലെ വെള്ളം നല്ല വൈറ്റും വെള്ള നിറത്തിലുള്ളതും നീല നിറത്തിലുമായിരുന്നു. അതുപോലെ വളരെ വണ്ടർഫുൾ ആയിരുന്നു, വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. വളരെ കോൾഡായിട്ടുള്ള മൗണ്ടൈൻ വാട്ടർ ആയിരുന്നു, വളരെ പെയിൻഫുള്ളി കോൾഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അത്രയ്ക്ക് കോൾഡായിട്ടുള്ള മൗണ്ടൈൻ വാട്ടർ ആയിരുന്നു അവിടെ ഉള്ളത്.